നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്, വയനാട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ പ്രമേയ രോഗികളും ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം കാലം ചികിത്സിച്ചിട്ടും നിങ്ങളുടെ രോഗം മാറാത്തത്? വർഷങ്ങളായിട്ട് എല്ലാം അനുസരിച്ച് കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ പലരുടെയും കാലും കണ്ണും കിഡ്നിയും എല്ലാം പോകുന്നു? നിങ്ങൾ ആരും ചികിത്സിക്കാനിട്ടല്ലല്ലോ. എവിടെയാണ് പ്രോബ്ലം? എന്തായിരിക്കണം ചികിത്സ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിനോ കഴിക്കുന്ന ഗുളികകളോ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോളിലേക്ക് കൊണ്ടുവരും. പക്ഷെ ബ്ലഡ് ഷുഗർ കൂടുന്നതാണ് പ്രമേഹം എന്ന് ധരിച്ച് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഉപയോഗിച്ചത് ഒരിക്കലും ചികിത്സയല്ല. അത് രോഗലക്ഷണത്തിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം. കാരണം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടി നിന്നാൽ നിങ്ങളുടെ രക്തക്കൊള്ളിൽ ഗ്ലൂക്കോസ് വല്ലാതെ ഹൈ ലെവലിൽ കെട്ടിക്കിടന്നാൽ നിങ്ങളുടെ രക്തക്കൊള്ളൊക്കെ ദ്രവിച്ചു പോകും. സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ്. സോ ആ രക്തക്കൊള്ളിൽ കേടാവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കാല്, കണ്ണ്, കിഡ്നി എല്ലാം ഡാമേജ് ആവുന്നത്. സോ നിങ്ങളുടെ ഷുഗർ കൂടി നിൽക്കുമ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അത് ഗുളികകളാകാം, ഇൻസുലിൻ ആകാം. പക്ഷെ ഇതാണ് ചികിത്സ എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം. ശരിക്കും എന്താണ് പ്രമേഹം? ശരിക്കും പ്രമേഹത്തിന് 3 കാരണങ്ങൾ നമ്മൾ പറയുന്നത്. ഒന്ന്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെയും മസിൽസിന്റെയും ലിവറിന്റെ അകത്തേക്ക് കടത്തിവിടാനുള്ള കഴിവ് കേട്ടത്. 2, പാൻക്രിയാസിന്റെ അകത്തുള്ള ഇൻസുലിൻ ബ്ലഡിലേക്ക് ശരിക്കും വരുന്നില്ല. റൈറ്റ്? അത് ടൈപ്പ് 2 ഡയബറ്റീസിൽ. ടൈപ്പ് 1 ഡയബറ്റീസിൽ പാൻക്രിയാസിനകത്ത് ഇൻസുലിനേ ഇല്ല. അവർക്ക് ജീവിതകാലം ഇൻസുലിൻ കുത്തിവെച്ചേ പറ്റൂ. ആൻഡ് പാൻക്രിയാസിലേക്കുള്ള രക്തക്കൊള്ളിന്റെ ഭിത്തികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് പാൻക്രിയാസിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ പാൻക്രിയാസിന്റെ ഒരു അകാല വാർദ്ധക്യം ബാധിക്കും. സോ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ ധാരാളം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 10-15 വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് ഡയബറ്റീസ് റിവേഴ്സിബിൾ എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ മരുന്നൊന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥ. വളരെ ഈസി ആയിട്ട് അത് ചെയ്ത് പിന്നീട് ഡയറ്റ് കൺട്രോളും എക്സസൈസും കൊണ്ട് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ചികിത്സ എന്തായിരിക്കണം? ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ദുർമേധസ് അടിഞ്ഞുകൂടി എന്ന് പറയുന്ന കൊഴുപ്പടിഞ്ഞ് രക്തക്കൊള്ളിന്റെ ഭിത്തിയിലെല്ലാം ബ്ലോക്ക് എന്ന് അറിയുമ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവും പാൻക്രിയാസ് ഒരു മടിയിലേക്ക് പോയി. ഈ പാൻക്രിയാസ് തിരിച്ചു പഴയ പോലെ ആകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടത്, നിങ്ങൾ വേണ്ടതിലധികം ഇൻസുലിനാണ് നിങ്ങൾ കുത്തിവെക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലോ പോകും. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ 90 താഴേക്ക് പോകുന്നൊരവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഹൈപ്പോഗ്ലൈസിമിയയിലേക്ക് പോകും. 80, 70, 60ലേക്ക് ഷുഗർ പോയിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ കൂട്ടണം. ഇത് കൂടുതൽ മെക്കാനിസം എന്താണ്? നിങ്ങളുടെ ലിവറിൻ്റെ അകത്താണ് ഒരു ബ്ലഡിലെത്തിയ ഗ്ലൂക്കോസിൽ 20% സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ പാൻക്രിയാസിൻ്റെ അകത്തുള്ള ആൽഫ സെൽസിൽ നിന്നും ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണ് നിങ്ങളുടെ ലിവറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ചാടിച്ചിട്ട് ബ്ലഡ് ഷുഗർ കൂട്ടും. അങ്ങനെയാണ് ഹൈപ്പോഗ്ലൈസിമിയെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ 90 താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ചാടുന്ന നിൽക്കും. പകരമാണ് ആൽഫ സെല്ലിൽ നിന്ന് ഗ്ലൂക്കോഗോൺ വരിക. ഈ ചിത്രം ഒന്ന് മനസ്സിൽ വേണം. നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിൻ ബ്ലഡിൽ കിടക്കുമ്പോൾ അത് ബ്ലഡിൽ എല്ലായിടത്തോളം നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ അകത്തുനിന്ന് കൂടുതൽ ഇൻസുലിൻ ചാടേണ്ട ആവശ്യമില്ല. 1. 2, നിങ്ങൾ കഴിക്കുന്ന ഗുളികളുടെ ഡോസ് അല്പം കൂടുതലാണെങ്കിലോ ഇൻസുലിൻ കുത്തിവെക്കുന്നത് കുറച്ച് കൂടുതലാണെങ്കിലോ ബ്ലഡ് ഷുഗർ 90 താഴേക്ക് പോകാനുള്ള പ്രവണത വന്നാൽ നിങ്ങളുടെ പാൻക്രിയാസിന്റെ ബീറ്റാ സെൽ വർക്ക് ചെയ്യില്ല എന്ന് മാത്രമല്ല ലിവർ വിൽ ബി കോമ്പൻസേറ്റിംഗ് ദാറ്റ്. അപ്പോൾ മരുന്ന് കുറക്കുന്നു, ലിവർ കോമ്പൻസേറ്റ് ചെയ്യും. സ്റ്റോർഡ് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ചാടിച്ചോണ്ട്. സോ ഇതിങ്ങനെ നിലനിന്ന് പോവുകയുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് പാൻക്രിയാസിന്റെ അകത്തെ ബീറ്റാ സെൽസ് ആക്റ്റീവ് ആയിരിക്കാം, അതിൻ്റെ ഇൻസുലിൻ ഉണ്ടാകാം, പക്ഷെ ഇത് ചാടേണ്ട അവസ്ഥയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക? കാലങ്ങളോളം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ ബീറ്റാ സെൽസ് വീണ്ടും ഷട്ട് ഡൗണിലേക്ക് പോകുന്നു. അത് ഐഡിയൽ, അത് ഒരു പണിയില്ലാതകത്ത് വെറുതെ കിടക്കുന്ന അവസ്ഥയെത്തുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തും ഭൂമിയിൽ നശിച്ചു പോകുക എന്നുള്ളതാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തൊട്ട് കിടക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. റൈറ്റ്? ലമാർക്കിയൻ തിയറി, ഡിസ്യൂസ് എട്രോഫി. ഉപയോഗിക്കാതെ എന്തും ഈ ഭൂമിയിൽ നശിച്ചു പോകും. അത് കാറാണെങ്കിലും വീടാണെങ്കിലും കാലാണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും.
സോ ഓരോ അവയവത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. ആ ധർമ്മം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ ആ അവയവം വർക്ക് ചെയ്യില്ല. എസ്പെഷ്യലി പാൻക്രിയാസിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. സോ ഇവിടെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് മിനിമം ഡോസ് മരുന്നിലേക്ക് നിങ്ങൾ പോകണം. ഒരിക്കലും മരുന്നിൻ്റെ ഡോസ് അല്പം പോലും കൂടുതൽ നിർത്തി ഷുഗർ വളരെ ലോ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പാൻക്രിയാസ് വിൽ ഗോ ഫോർ എ ഷട്ട് ഡൗൺ എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. സോ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടും നമ്മൾ അന്നന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിച്ച് കളയാനുള്ള വ്യായാമം ചെയ്തുകൊണ്ട് മാക്സിമം ഗ്ലൂക്കോസ് ബേണിംഗ് നടത്തി, ഫാറ്റ് ബേണിംഗ് നടത്തി ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ കൂടെ കറക്റ്റ് ഡോസ് മരുന്ന് ഉപയോഗിച്ച് ബ്ലഡ് ഷുഗർ 90 അല്പം മുകളിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബീറ്റാ സെൽ ആക്റ്റീവായിട്ട് അകത്തിരിക്കുള്ളൂ. റൈറ്റ്? പ്രായം കൂടുന്തോറും പ്രഷർ കൂടും, കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും. സോ പ്രായം കൂടുതലുള്ള ഒരാൾ അയാൾ മരുന്ന് കൂടുതൽ കഴിച്ച ബ്ലഡ് ഷുഗർ കൂടുതലാണ്, HbA1c കൂടുതലാണെന്ന് വിചാരിച്ച് വളരെ ലോ ഷുഗർ നിർത്തുന്ന അവസ്ഥയിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ പാൻക്രിയാസ് വീണ്ടും വീണ്ടും ഷട്ട് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത തെളിയും. സോ വളരെ പ്ലാൻഡ് ആയിരിക്കണം ട്രീറ്റ്മെൻറ്റ്. ഡയറ്റ് കൺട്രോളും മസ്റ്റാണ്, എക്സസൈസും മസ്റ്റാണ്. കാരണം ഗ്ലൂക്കോസിനെ കൊഴുപ്പിന് എനർജിയേക്കാൾ ഒരു മരുന്ന് ഈ ഭൂമിയിലില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകണമെങ്കിൽ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും ഇൻട്രാമസ്കുലർ ഗ്ലൂക്കോസും ഇൻട്രാമസ്കുലർ TGL-ഉം അന്നന്ന് എനർജി ആക്കിക്കൊണ്ടിരുന്നേ പറ്റും. അപ്പോഴും ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് കറക്റ്റ് ഡോസ് മരുന്നല്ല നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ പാൻക്രിയാസ് അകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല എന്ന് ഓർമ്മ വേണം. സോ ഇപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് ഡയറ്റ് കൺട്രോള് കൃത്യം ചെയ്തുകൊണ്ട്, വ്യായാമം കൃത്യം ചെയ്തുകൊണ്ട്, ബ്ലഡ് ഷുഗർ വളരെ ലോ നിർത്തുന്ന ഒരു പ്രവണത ഇല്ലാതെ ശ്രദ്ധിക്കണം. കാരണം വ്യായാമം ചെയ്യാത്ത ഒരാളുടെ ബ്ലഡ് ഷുഗർ 100 നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് നല്ലോണം വ്യായാമം ചെയ്യുന്ന ഒരാളുടെ ബ്ലഡ് ഷുഗർ 150 നിൽക്കുന്നത്. കാരണം ബ്ലഡ് ഷുഗർ 150 നിൽക്കുമ്പോൾ വ്യായാമം ചെയ്യുന്ന ആളുടെ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നില്ല, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നില്ല. അതേസമയം വ്യായാമം ചെയ്യാത്ത ആൾ മരുന്നുകൾ കൊണ്ട് ബ്ലഡ് ഷുഗർ 100 അവിടെ നിർത്തിയിട്ട് കൈയടിക്കും കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവിടെ ആ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയാതിരിക്കാനുള്ള സാധ്യത അടിഞ്ഞിട്ടേയിരിക്കും. ഇതെപ്പോഴും മനസ്സിൽ കാണും. സോ ഡയബറ്റിക് റിവേഴ്സൽ ഈസ് പോസിബിൾ, സാധിക്കും. പക്ഷെ വളരെ പ്ലാനിങ് വേണം. വളരെ പ്ലാൻഡായിട്ട് 2-3 മാസം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ലൈഫിൽ പ്രാക്ടിക്കലാക്കുമ്പോഴാണ്. അത് കണ്ടിന്യൂസ് ഒരു പ്രോസസ് ആയിരിക്കണം. അതിന് കണ്ടിന്യൂറ്റി വേണമെന്ന് മാത്രമല്ല, അത് കൺസിസ്റ്റൻസി വേണം. അത് സ്ഥിരമായിട്ട് എന്നും തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയി നിങ്ങളൊരു ചട്ടക്കൂടിനകത്തേക്ക് വരണം. അപ്പോഴേ ഇത് ചികിത്സയാവുള്ളൂ. അല്ലാതെ കുറേ ചെക്കപ്പ് നടത്തിയുണ്ടോ, കുറേ മരുന്ന് കഴിച്ചിട്ട് ബ്ലഡ് ഷുഗർ മാത്രം കൺട്രോൾ നിർത്തിയാൽ നിങ്ങൾ സേഫ് സോണിലാണെന്ന് വിചാരിക്കരുത്. അതൊരു തെറ്റിദ്ധാരണയാണ്. സോ എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഡയറ്റ് കൺട്രോളും എക്സസൈസും കൂടാതെ ഒരു ചിട്ടയായ ജീവിത രീതിയിലൂടെ വളരെ പ്ലാൻഡായിട്ട് വേണം ഡയബറ്റീസിനെ ചികിത്സിക്കാൻ. അത് ചെയ്യാത്തവർക്കാണ് കുറച്ച് കഴിയുമ്പോൾ കാലും കണ്ണും കിഡ്നി എല്ലാം പോകുന്നതും അസുഖത്തിൻ്റെ കടുപ്പം കൂടി വരുന്നതും അവസാനം അൺകൺട്രോൾഡായി നമ്മുടെ കൺട്രോളിന് പുറത്തേക്ക് പോകുന്നത്. താങ്ക് യു ഓൾ.